വാക്കുകൾ പോലും കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു ജീവിതം തന്ന് ആഹാരം കഴിക്കുന്നത് ഒരു നേരമാ സാറേ. ഈ വണ്ടി നിറച്ച് ചേച്ചിക്കുള്ള സാധനമാണ്, വീട്ടിലേക്കുള്ള സാധനം. വീട്ടിൽ നിന്നും ഇത്രയും മാറ്റം ഉണ്ടായില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ. ഞാനിവിടെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നതിന് ശേഷം ഇത്രയും മാറ്റം ജീവിതത്തിൽ ഉണ്ടായതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയാണ് കേട്ടോ. ഈ സാധാരണ ഇതിൻ്റെ മണ്ടയ്ക്കൊന്നും കയറി ഇന്ന് വീഡിയോ ചെയ്യുന്ന പതിവ് എനിക്കില്ല. ഇന്നൊരു സന്തോഷ നിമിഷമായതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ മണ്ട കയറി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വണ്ടി നിറച്ച് സാധനമായിട്ട് നമ്മുടെ ബിൻസി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകണം കേട്ടോ. ഈ വണ്ടി നിറയെ സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പം ആ വീഡിയോയിലൂടെ പുഞ്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക മാത്രമല്ല, കുറച്ച് പേർക്ക് പ്രകാശം കൂടി കൊടുക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ അത്രയും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് വലിയൊരു പ്രകാശം കൊടുക്കുമെന്ന്. ബിൻസി ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾ കണ്ടതാണ്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പം സന്തോഷത്തോടെ ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു, എന്നിരുന്നാലും ഈ വണ്ടി സാധനമായിട്ട് നമുക്ക് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാം. ചേച്ചിക്കും വലിയ സന്തോഷമാവും. നമ്മുടെ ആ വീഡിയോയിലൂടെ ചേച്ചിക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടി. ഇത് ശരിക്കും കൊടുക്കാനായിട്ട് കാരണമായെന്ന് പറയുമ്പം ഈ ഒരു ഫർണിച്ചർ കടയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ആ ഒരു ഫർണിച്ചർ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം, അവിടെ നല്ല ഓഫറുണ്ട്. കാരണം ഇതുപോലെയുള്ളൊരു നല്ല മനസ്സുകൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫാമിലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ഇത്രയും സാധനങ്ങൾ വണ്ടി ഉൾപ്പെടെ സൗജന്യമായിട്ട് എത്തിച്ചു തരാം സനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നന്മ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ സമ്മാനമായിട്ട് തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇത്രയും സാധനങ്ങൾ എത്തുകയാണ് കേട്ടോ. ബിൻസി ചേച്ചി, എന്താ വിശേഷം? അടിപൊളി വീടൊക്കെ ആയി കേട്ടോ. പിന്നെ എന്താ വേണം, നമ്മൾ വന്നതിന് ശേഷം വീടൊക്കെ പുതിയ വീടൊക്കെ ആയി. ഒരു വണ്ടി സാധനമായിട്ട് വന്നയാ. ഈ വണ്ടി നിറച്ച് ചേച്ചിക്കുള്ള സാധനമാണ്, വീട്ടിലേക്കുള്ള സാധനം. സന്തോഷമായോ? വാ, ഇറങ്ങി വാ. ഞാനിവിടെ വരുമ്പോൾ കുഞ്ഞ് ഷെഡിനകത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പം അവിടെ ഇന്ന് ഇത്രയും മാറ്റം ഉണ്ടായില്ലേ, അടിപൊളി വീടായി. നമ്മളിനി കൊടുക്കുന്ന ഫർണിച്ചറാണ് കേട്ടോ. ഇവിടെ ആയിരുന്നു ആ പഴയ ഷെഡൊക്കെ പൊളിച്ച് കളഞ്ഞു, പുതിയ വീട്ടിലേക്ക് കയറി. ചേച്ചിക്ക് ചേട്ടൻ്റെ ഒരു സഹായം വേണം. എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. എനിക്കും എൻ്റെ ഏട്ടനും കുഞ്ഞുങ്ങൾക്കും ഒരു ജീവിതം തന്ന്. ഇപ്പൊ ഹാപ്പി ആയല്ലോ, നന്ദിയൊക്കെ ദൈവത്തോട് പറഞ്ഞാൽ മതി. ഇപ്പം ജീവിതത്തിൽ ഹാപ്പി ആയല്ലോ, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് മാത്രം അറിഞ്ഞാൽ മതി. ഒരു ചെറിയ കുടിലിൽ നിന്നും ഇത്രയും മാറ്റം ഉണ്ടായില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ. എന്ത് കുഞ്ഞുങ്ങൾ എന്ത് ട്യൂഷന് പോയാ? വീട്ടിലോട്ട് വന്നിട്ട് വീട്ടിനകത്തോട്ടൊന്നും വിളിക്കുന്നൊന്നുമില്ലേ? വാ, അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടാ അല്ലേ? ഞാൻ കയറി കണ്ടോളാം. ചേച്ചി ഇവിടെ ഇങ്ങനെ ഇരുന്നോ, ഇരിക്കാൻ പറ്റുമോ ഇവിടെ? അവിടെ ഇരുന്നോ. ചേട്ടൻ വേണം കേട്ടോ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇനി എന്നാ ഹോസ്പിറ്റലിൽ പോന്നേ? ഇനി പിന്നെ തിരുവനന്തപുരത്ത് പോകേണ്ടത് ഒക്ടോബർ 12-ാം തീയതി. പിന്നെ ആലപ്പുഴ അടുത്ത ശനിയാഴ്ച പോകണം. അടുത്ത ശനിയാഴ്ച പോകണം. അതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങോട്ട് നോക്കിക്കോണം, അതിനകത്ത് എന്തൊക്കെ സാധനം ഉള്ളതെന്ന്. ഒരു അലമാരി ഉണ്ട്. ഇക്ക ഇങ്ങോട്ട് വന്നേ, ഇക്ക വന്നേ. അപ്പൊ ഇക്കയുടെ വകയായിട്ട് ഇക്ക നമുക്കായിട്ട് തന്നേ കേട്ടോ, ചേച്ചിക്കായിട്ട്. ഈ വണ്ടിക്കകത്തുള്ള സാധനം മൊത്തം ഇക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇക്കടുക്ക ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, ഇക്കയുടെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു ബിൻസി ചേച്ചിക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ സനി കൊടുക്കാന്ന് പറഞ്ഞു. ഇത്രയും സാധനമായിട്ട് ഞങ്ങൾ വന്നയാ. ഞാൻ പിടിച്ചിട്ടില്ലെന്ന് പറയരുത്. അപ്പോൾ നമുക്ക് ആദ്യം അലമാരി കയറ്റാം. പോട്ടെ. ചേച്ചി അവിടെ ഇരുന്നോ. ഓക്കെ. അലമാരി ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ചേച്ചിയുടെ വീട് കണ്ടോ എല്ലാവരും? വീട് അടിപൊളിയല്ലേ, സൂപ്പറല്ലേ? ഇപ്പൊ ഫ്രണ്ടിലാണോ ഇരിക്കുന്നതൊക്കെ എപ്പോഴും? ഇച്ചിരി നേരം ഇവിടെ ഇറങ്ങിയിരിക്കും. ബെഡ് കറക്റ്റ് എടുത്തത്. പിന്നെ അവിടെ കട്ടില്. ബിൻസി ചേച്ചിയുടെ വീട് ഒന്ന് കണ്ടിട്ട് പോവാം. ഞങ്ങൾ വീടിനകത്തോട്ടൊന്ന് കയറുവാണ് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന കട്ടിൽ ഇവിടെ ഇരിക്കുന്നത് അടിപൊളി സംഭവമാണ് കേട്ടോ. തകർത്ത് കളഞ്ഞ് ഇത് കണ്ടില്ലേ? ഇരുമ്പിൻ്റെ സ്റ്റെയർ പിന്നെന്തോ വേണം? ഇരുമ്പിൻ്റെ സ്റ്റെയർ, നെറ്റിപ്പട്ടമൊക്കെ ഉണ്ട്. നെറ്റിപ്പട്ടം, നിലവിളക്ക്, ഫ്രണ്ടിൽ
ഒരു ഡൈനിങ് ടേബിൾ കിടപ്പുണ്ട്. എനിക്ക് സന്തോഷം കൊണ്ട് വയ്യായി. ഞാനിവിടെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നതിന് ശേഷം ഇത്രയും മാറ്റം ജീവിതത്തിൽ ഉണ്ടായതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയാണ് കേട്ടോ. അല്ലേ ഏട്ടാ? ആ അതെ, ചായ ഇടുന്നത്. ചെറുക്കൻ ഇവിടെ ചായ ഇടുന്നത്. അമ്മയും മോനും കൂടെ ചായ ഇടുവാണ് ഞങ്ങൾക്ക് കേട്ടാ. ഹാപ്പിയാണോ ഇപ്പം? ഇതിൽ കൂടെ സന്തോഷം പറയില്ലല്ലോ. ഇത് ഇത്ര സാധനം തന്നിട്ടുണ്ട് കേട്ടോ. മോൻ്റെ സാധനങ്ങളൊക്കെ അതിനകത്ത് അടുക്കിപ്പുറക്കൊക്കെ വെക്കണം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ കുഞ്ഞെന്തി ട്യൂഷന് പോയി. ഓക്കെ, കിടുക്കാച്ചി ബാത്റൂം കേട്ടോ. ഓക്കെ, വീട്ടിലൊന്നും കയറിയില്ലല്ലോ, വീടൊന്നും കാണിച്ചില്ലൊന്നും. അലമാര അതിക്രമിച്ച് കയറുവാണ് കേട്ടോ. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിക്രമിച്ച് കയറാൻ, അതുകൊണ്ടാണ് ഞാൻ കയറുന്നത്. അലമാര ഇവിടെയുണ്ട്. ഇവിടെ ഫ്രണ്ടിലൊരു റൂമുണ്ട്, ഫ്രിഡ്ജുണ്ട് ഇവിടെ. അപ്പം ചേച്ചിയെ കുറിച്ചിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചിരുന്നു. ചേച്ചി ഇപ്പോൾ ഹാപ്പിയാണോന്നൊക്കെ ചോദിച്ചിരുന്നു. ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇവിടെ ഇരുന്ന് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യും, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ചേച്ചിക്ക് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ അറിയാം കേട്ടോ. എന്താ പറയാ, വാക്കുകൾ പോലും കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു ജീവിതം തന്ന് ചേച്ചി എന്നും സന്തോഷമായിട്ടിരിക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പം ഈ ഏറ്റവും അർഹതപ്പെട്ട ഈ ഫർണിച്ചർ കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് ചേച്ചി തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ചേച്ചിയുടെ കൈകളിലേക്ക് ഞാനത് എത്തിച്ചത്. എന്തായാലും ഈ വീട്ടിൽ ഫർണിച്ചർ വേണം. പിന്നെ ഇനി എന്താവശ്യത്തിനും ചേച്ചിക്ക് വിളിക്കാൻ ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമാണ്. ഇവിടെ ഇപ്പൊ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാമല്ലോ അല്ലേ? ഹാപ്പി ആണല്ലോ. അപ്പൊ എന്റെ കല്യാണത്തിന് വരണമെന്നല്ലേ പറഞ്ഞേ? ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ ഉമ്മാടൊക്കെ പറയുന്നു കേട്ടോ, കല്യാണത്തിന് ഞാൻ അങ്ങ് വന്നേക്കുമെന്ന്. വരുമ്പോ എല്ലാരും കൂടെ വരണം. വരും. ഒരിച്ചിരിയെങ്കിലും ജീവൻ എന്നെ അവശേഷിക്കുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയിരിക്കും, നമ്മുടെ മുന്നേ എത്തിയിരിക്കും. ചേച്ചി ആ സമയത്ത് നല്ല സന്തോഷവതിയായിട്ട് വരും. ഞാൻ പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇരിക്കും, സന്തോഷം നേരെ ഇരുന്ന് കാണണം. അപ്പോൾ ബിൻസി ചേച്ചിയെ കുറിച്ച് കുറേ പേര് തിരക്കിയിരുന്നു. ബിൻസി ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഈ ഫർണിച്ചറുമായിട്ട് ഈ ബിൻസി ചേച്ചിയെ കാണാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറയുമ്പം അദോക്സ് ഫർണിച്ചറാണ്. എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു സാധനം ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നന്മയുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ ആ കടയിൽ പോകാനും ഒരു വീഡിയോ ചെയ്യാനും കാരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നന്മ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് പരിചയപ്പെടുത്താനാണെങ്കിൽ എത്രയോ കടകൾ പരിചയപ്പെടുത്താം. അപ്പം പ്രിയമുള്ളവരെ, നമ്മളുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അല്ലേ? ഓരോരുത്തർക്കും നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷം. നന്ദിയുണ്ട്. അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരട്ടെ? ചായ കുടിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ശരി.